അപ്പോൾ ദേ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീൻകറിയിൽ എന്നതാ സ്പെഷ്യൽ എന്നാണല്ലോ എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത്. അത് നമുക്ക് വഴിയേ കാണാം കേട്ടോ. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് ടു സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി, ഒരു കഷ്ണം കൊടംപുളി, പിന്നെ നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇതിനൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവേ ഇനി. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കരിവേപ്പിലയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടംപുളിയാണ് കേട്ടോ ഈ മീൻകറിക്ക് ചേർക്കുന്നത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിവിടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലകൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല കശാന്ന് തിരുമ്മി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ പുളി വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു ശകലം വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിനെ തിരുമ്മി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഒരു അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ തിള ഇങ്ങനെ അരപ്പിനകത്ത് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അങ്ങനെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതിനെ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്ത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം. നിങ്ങൾക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്നും കൂടെ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് എല്ലാ ഗ്രേവിയും ഒന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ആ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ സാൽമണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ എടുത്ത് മീനുണ്ട്, അത് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനെല്ലാം തന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഇത് ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചുറ്റിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ വീണ്ടും ഒന്ന് നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ മൂടി വെച്ച് ഞാനൊരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി ഇപ്പോൾ 20 മിനിറ്റ് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിയുടെ ഉപ്പെല്ലാം നോക്കുന്നുണ്ട്. നല്ല സെറ്റായിട്ട് പാകത്തിന് ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വറവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാനതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയാണ് കേട്ടോ. ആ ചുമന്നുള്ളി ഒന്ന് ചതച്ചിട്ടാൽ മതിയേ. ചതച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒരുവിധം സെറ്റായി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നവരെയും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിക്കകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ മീൻകറിയുടെ, ആ മണം മതി ഒരൊറ്റ പ്ലേറ്റ് ചോറുണ്ണാം കേട്ടോ. അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഇതൊരു നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പം ഇങ്ങനത്തെ മീൻകറി നിങ്ങൾ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.